വരികയാണ്. അങ്ങ് ദയവായി തുടരണം ശ്രീ വേണുഗോപാൽ, അങ്ങയിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ഫിജി നമുക്കൊപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി ഉണ്ട് എന്നാണ്. ഫിജി വൈസ് പ്രസിഡന്റ് അസീസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. അതിനോടൊപ്പം ഫിറോസ് നേരത്തെ അറിയിച്ച വിവരം വളരെ ഞെട്ടിക്കുന്നതാണ്. ഫിറോസ്, അതായത് കേരളത്തിന് റെയിൽവേ വികസനത്തിനായി അല്ലെങ്കിൽ അത്തരത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട കേരളത്തിന് യാതൊന്നും ഇല്ല എന്നുള്ള ഒരു വാർത്തയൊക്കെ വളരെ ഞെട്ടിക്കുകയാണ്. കാരണം ഇവിടുന്ന് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ എം പിമാരൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളൊരു സൂചന ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കും. നമുക്ക് അസീസിലേക്ക് പോകാം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനിലേക്ക്. അസീസ്, പെട്ടെന്ന് വായിച്ചെടുക്കുമ്പോൾ അത്തരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് എന്ത് കിട്ടി എന്ന് ഒരു ചോദ്യത്തിന് ഉള്ളൊരു ഉത്തരം പെട്ടെന്ന് എനിക്കും ലഭ്യമാകുന്നില്ല. നമുക്കറിയാം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കൊക്കെ ചില നീക്കിയിരിപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ബജറ്റിനെ കാണുന്നത്? നിങ്ങളുടെ മേഖലയ്ക്കുള്ള എന്തെങ്കിലും പ്രോത്സാഹനം ഇതിൽ കാണുന്നുണ്ടോ? വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഹോട്ടൽ മേഖലയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരപ്രദമല്ലാത്തൊരു ബഡ്ജറ്റായിട്ട് മാത്രമേ ഞങ്ങൾക്ക് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. കാര്യം, ടൂറിസം വികസനത്തിന് നാട് കാണൂ എന്നൊരു പദ്ധതിയും കൂടെ പറഞ്ഞായിട്ട് അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഈ നാട് കാണൂ എന്ന പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഈവൻ 1000 രൂപയുടെ സാധാരണ ഹോട്ടലുകളിൽ റൂം എടുക്കുന്നവൻ പോലും 12% GST നൽകി റൂം എടുക്കുകയും അവനെ സംബന്ധിച്ച് അതൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ നാട് കാണൂ എന്ന പദ്ധതി, അതായത് അതും ടൂറിസം മേഖലയ്ക്ക് മാത്രമാണ്. ടൂറിസം മേഖലയെ ആശ്രയിച്ചു കൊണ്ടുപോകുന്ന മേഖല എന്നുള്ള നിലയിൽ ഹോട്ടലിന് അല്പമെങ്കിലും ഒരു ഗുണം അതുവഴി കിട്ടുമെങ്കിൽ പോലും അത് അടുത്ത GST കൗൺസിലിൽ ആ ഒരു ടാക്സ് സമ്പ്രദായമെങ്കിലും തിരുത്തണം എന്ന് ഞങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ GST ആയി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ അടുത്ത GST കൗൺസിൽ കൂടുമ്പോൾ ഈ ബജറ്റിന് ശേഷമുള്ള GST കൗൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിലെന്തെങ്കിലും ഗുണം കിട്ടിയാൽ ഉണ്ട് എന്നല്ലാതെ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ച് തികച്ചും ഒരു വിധത്തിലും എന്ന് പറഞ്ഞ പോലെ അനുകൂലിക്കാൻ പറ്റാത്ത ഒരു ബഡ്ജറ്റായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ ഓവറോൾ വിലയിരുത്താൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഇവിടെ മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ പരിധി 7 ലക്ഷമാക്കി എന്ന് പറയുന്നു. അതൊക്കെ ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് 7 ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പിന്നെ കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഊന്നൽ, അതും എത്രത്തോളം പ്രാവർത്തികമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത നമ്മുടെ ഈ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വില കുറയുമോ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓവറോൾ ഒരു വിധത്തിലും ഞങ്ങളെ സംബന്ധിച്ച് ആശാവഹമല്ലാത്ത ഒരു ബഡ്ജറ്റ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ ശ്രീ അസീസ്, ഇപ്പോൾ പ്രധാനമന്ത്രിയും അല്പം മുമ്പ് പറഞ്ഞത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നു, അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്നു. തീർച്ചയായും കാർഷിക മേഖല പുഷ്ടിപ്പെട്ടാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും, അത് ന്യായമായ വിലയ്ക്ക് ലഭിക്കും. അത് ഹോട്ടൽ വ്യവസായത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, തീർത്തും തള്ളിക്കളയാൻ കഴിയുമോ? നമ്മുടെ നാട് കാണൂ എന്ന് പറയുന്ന ഒരു പദ്ധതി തീർച്ചയായും ഹോട്ടൽ വ്യാപാരികൾക്കും അല്ലെങ്കിൽ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? കൂടുതൽ പേർ ആഭ്യന്തര ടൂറിസം വളരുകയാണ് അതുവഴി. അത് നിസ്സാരമായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായി തോന്നുന്നത് എങ്ങനെയാണ്? ഇത് കടലാസിൽ എഴുതി വെച്ച ആ ഒരു ഇത് മാത്രം പോരാ. ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അതായത് ഇപ്പൊ നാട് കാണൂ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര ടൂറിസ്റ്റ്, അദ്ദേഹം ലക്ഷക്കണക്കിന് പൈസ അല്ലെങ്കിൽ കാർഡ് ബില്ല് ചെയ്തോ അല്ല വരുന്നത്. അവനൊരു സാധാരണ ബഡ്ജറ്റുകാരനാണ്. അതായത് ഒരു ലോവർ ബഡ്ജറ്റിൽ നാട് കാണാൻ വരുന്നവനാണ്. അതിനെ സംബന്ധിച്ച് 1000 രൂപയുടെ റൂം എടുക്കുമ്പോൾ 12% ടാക്സ് കൊടുക്കുക, അതൊരിക്കലും ഒരു എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഒരു ഒരു ക്ലിക്കിംഗ് ഇത് എന്നല്ലാതെ അതുകൊണ്ട് എത്രത്തോളം പ്രാധാന്യം നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് കാണേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, വരും ദിവസങ്ങളിൽ അടുത്ത് കൂടാൻ പോകുന്ന GST കൗൺസിലിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിന് അനുകൂലമായി ഉണ്ടാവണം. മറ്റൊന്ന്, ഈ 5% ടാക്സ്, കോമ്പൗണ്ടിങ് ടാക്സ് പോലും ഹോട്ടലുകാരനെ സംബന്ധിച്ച് അത് ടാക്സ് പിരിച്ചാലും 5%. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് അടക്കുന്ന കോമ്പൗണ്ടിങ്ങിനാണെങ്കിൽ പോലും 5%. ഇത് രണ്ടിലും ഇതൊരു വൈരുദ്ധ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യത്തിനകത്തുണ്ട്. അത് അടുത്ത GST കൗൺസിൽ വരുമ്പോഴാണ് യഥാർത്ഥം വരുള്ളൂ. പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഈ കാർഷിക വിളകളുടെ വില കുറയും എന്നുള്ളൊരു പ്രതീക്ഷ,
അത് ഒരു പ്രതീക്ഷ മാത്രമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ രീതിയിൽ കാർഷിക മേഖലയെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുകയും അതിന്റെ പ്രതിഫലനം കാർഷിക ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടുകയും ചെയ്താൽ തീർച്ചയായിട്ടും സംബന്ധിച്ചത് ആശാവഹം തന്നെയാണ്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റോ മെറ്റീരിയൽസിന്റെ വിലക്കയറ്റമാണ്. അത് ഇതുവഴി കുറയുക എന്നുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ആശാവഹമാണ്. ഞാൻ വീണ്ടും പറയും, ഓവറോൾ ഈ ബഡ്ജറ്റ് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലും ആശാവഹമല്ല. ഞങ്ങളുടെ മേഖലയെ ഉയർത്തെഴുന്നേൽക്കാനുള്ള യാതൊരു സഹായവും ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം ഈ ഒരു ബഡ്ജറ്റിനെ താങ്കൾ എങ്ങനെ കാണുന്നുണ്ട് പൊതുവായി? പൊതുവായി എന്താ പറയേണ്ടത്, ഈ വരാൻ പോകുന്ന ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കസർത്ത് കളി എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നല്ലൊരു എന്ന് പറഞ്ഞാൽ ജനപ്രിയ ബഡ്ജറ്റ് എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റായിട്ട് തോന്നുന്നില്ല. വളരെ നന്ദി ശ്രീ അസീസ് താങ്കളുടെ പ്രതികരണത്തിന്. ഫിറോസ്.